അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ ബഹുമാന്യനായ ഫിർദൗസ് കായൽപ്പുറം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ്. നിലമ്പൂരിൽ UDF കൊടിയേറ്റം എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ഇന്നത്തെ നിരീക്ഷണം പേജിൽ ചന്ദ്രിക ദിനപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനം ഇന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ്. മലപ്പുറത്ത് നിന്ന് ഒരു തിരിച്ചടി മുഖ്യമന്ത്രി പിണറായി അർഹിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെ കള്ളക്കടത്തിൻ്റെ കേന്ദ്രമായി ചിത്രീകരിച്ചത് പിണറായിയാണ്. പല സാഹചര്യങ്ങളിലും മലപ്പുറം ജില്ലയെ വർഗീയതയുടെ പുകമറ സൃഷ്ടിച്ച് മാറ്റി നിർത്തുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളും പിണറായി അടക്കമുള്ള CPM നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കാനുള്ള നിയോഗത്തിൻ്റെ തുടക്കം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നാകുന്നത് എന്തുകൊണ്ടും ഉചിതമായ രാഷ്ട്രീയ തീരുമാനമായി മാറും എന്നാണ് ബഹുമാന്യനായ ഫിർദൗസ് കായൽപ്പുറത്തിൻ്റെ ആ ഒരു ലേഖനത്തിൻ്റെ കാതലായ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ള നിലയിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൻ്റെ പൂർണ്ണ രൂപം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിലമ്പൂർ ഒരു തുടക്കമാണ്. രാഷ്ട്രീയ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആവേശകരമായ ഒരു തുടക്കം. സാധാരണഗതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആരവത്തിനപ്പുറം കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂരിനെ അടയാളപ്പെടുത്താൻ ചിലതുണ്ട്. അത് ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കലാണ്. പിണറായിസത്തെ തുടച്ചു മാറ്റലാണ് ഇതിൻ്റെ ലക്ഷ്യം. UDFൻ്റെ തിരിച്ചുവരവ് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. നേർക്കുനേർ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ആർജവമില്ലാത്ത CPM പല മാർഗങ്ങളിലും ശ്രമിച്ചു. പരാജയപ്പെട്ട ശേഷമാണ് M സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. നിലമ്പൂരിൽ പിണറായി ഭരണം വിലയിരുത്തപ്പെടട്ടെ. കൃഷിയും കൃഷിഭൂമിയും വീടുകളും നഷ്ടപ്പെട്ട് ഒടുവിൽ വന്യമൃഗങ്ങളാൽ ജീവനം ത്യജിക്കേണ്ടി വന്ന മലയോര കർഷകരുടെ കണ്ണീര് വീണ മണ്ണിൽ UDF തുടക്കമിടുന്നത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല. നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു പിടിക്കാനുള്ള കഷ്ടത അനുഭവിക്കുന്ന ജനതയെ ചേർത്തു പിടിക്കുന്ന ഒരു പോരാട്ടമാണ്. UDF കൺവെൻഷനിലൂടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു കഴിഞ്ഞു. 9 വർഷമായി ഇടതുഭരണത്തിൽ കേരള ജനത അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ തുടച്ചു മാറ്റാനുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ തുടക്കത്തിലാണ് ഇന്നലെ നിലമ്പൂർ വേദിയായത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള അന്തരം, അകൽച്ചയെ ഇത്രയധികം വഷളായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ്. ഈ സർക്കാർ എത്രയും പെട്ടെന്ന് നിലംപൊത്തണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ പ്രതീകമായാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. UDFൻ്റെ ശക്തി കേന്ദ്രമായ നിലമ്പൂരിൽ വിഭാഗീയത പ്രവർത്തനങ്ങളുടെ വോട്ടർമാരെ സ്വാധീനിപ്പിക്കാൻ ശ്രമിക്കുന്ന CPM ഒരു ഭാഗത്തും CPMൻ്റെ B ടീമായി പ്രവർത്തിക്കുന്ന BJP വർഗീയത വിതക്കാൻ മറുഭാഗത്തും നിലയുറപ്പിക്കുമ്പോൾ ജനാധിപത്യ അവകാശങ്ങളെയും പൗരൻ്റെ സുരക്ഷിതത്വവും മാറ്റി നിർത്തി രാഷ്ട്രീയ പോരാട്ടത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. പിണറായിയുടെ കൂടാരത്തിൽ നിന്നും പുറത്തിറങ്ങിയ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചത് മുതൽ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനം UDF ആരംഭിച്ചിരുന്നു. മലപ്പുറത്ത് നിന്ന് ഒരു തിരിച്ചടി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെ കള്ളക്കടത്തിൻ്റെ കേന്ദ്രമായി ചിത്രീകരിച്ചത് പിണറായിയാണ്. പല സാഹചര്യത്തിലും മലപ്പുറം ജില്ലയെ വർഗീയതയുടെ പുകമറ സൃഷ്ടിച്ച മാറ്റി നിർത്തുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളും പിണറായി അടക്കമുള്ള CPM നേതാക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കാനുള്ള നിയോഗത്തിൻ്റെ തുടക്കം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നാകുന്നത് എന്തുകൊണ്ടും ഉചിതമായ രാഷ്ട്രീയ തീരുമാനമായി മാറും.
ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ജനകീയനായ ഒരു നേതാവിനെ രംഗത്തിറക്കി UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ CPMൻ്റെയും ചില മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ യാതൊരു ആശങ്കകൾക്കും അടിസ്ഥാനമില്ലെന്ന് UDF കൺവെൻഷൻ അടിവരയിടുകയായിരുന്നു. ഇടത് മുന്നണിയുടെ ഭാഗമായി വിജയിച്ച് നിയമസഭയിലെത്തിയ PV അൻവർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ തിരഞ്ഞെടുപ്പിൽ CPM എന്താകും വോട്ടർമാരോട് പറയുക എന്ന് ഇനിയും വ്യക്തമല്ല. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടും എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. മലയോര കർഷകരെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട ഈ സർക്കാരിൻ്റെ എന്തു നേട്ടമാണ് വോട്ടർമാർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. എല്ലാ മേഖലയിലും പരാജയപ്പെട്ട പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെയാകണം എന്നാണ് UDFും ആഗ്രഹിക്കുന്നത്. ഏകാധിപത്യവും കുടുംബാധിപത്യവും മാത്രം കൈമുതലായുള്ള പിണറായിയുടെ സർക്കാർ നിലമ്പൊത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDFിന് വോട്ട് ചെയ്യുന്നവർക്ക് തല തുനിക്കേണ്ടി വരില്ല എന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രസ്താവന തന്നെയാണ് മുന്നണി നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇനിയും തിരുത്താനായില്ലെങ്കിൽ കേരളം കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങും. പിണറായി നേതൃത്വം നൽകുന്ന ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ കൗണ്ട്ഡൗൺ നിലമ്പൂരിൽ നിന്ന് തുടങ്ങുകയാണ്. കേരളം കാത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെ. തുടക്കം ഗംഭീരമാക്കിയ UDF ക്യാമ്പിൽ ആവേശത്തിനൊപ്പം പതിവിൽ കവിഞ്ഞ കഠിനാധ്വാനവും ദൃശ്യമാണ്. അതുതന്നെയാണ് നിലമ്പൂർ ആഗ്രഹിക്കുന്നത്, കേരളവും എന്ന് വളരെ കൃത്യമായി തന്നെ ഈ ഒരു നിലമ്പൂർ രാഷ്ട്രീയം വിലയിരുത്തിക്കൊണ്ട് പ്രിയങ്കരനായ ഫിർദൗസ് കായൽപ്പുറം അദ്ദേഹം ഇന്ന് ചന്ദ്രികയിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൻ്റെ ഏറ്റവും പൂർണ്ണ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ കേരളം ഉറ്റുനോക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ഈ ഇടതുപക്ഷ ഭരണത്തെ 9 വർഷത്തെ ഭരണത്തെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കൃത്യമായും നിലമ്പൂരിലെ വോട്ടർമാർ അതറിഞ്ഞ് കൃത്യമായും ഈ ഭരണത്തിൻ്റെ ആ ഒരു ശോചനീയാവസ്ഥ എല്ലാം കൊണ്ടും ഭരണം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് അത് കൃത്യമായി വോട്ടാക്കി മാറ്റാൻ നിലമ്പൂരിലെ വോട്ടർമാർക്ക് കഴിയട്ടെ എന്നുകൂടി ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയം സുനിശ്ചിതമാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ജയ് UDF.